നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ വടകരയിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് വളരെ നിഷ്കളങ്കമായും ആവേശത്തോടെയും പറഞ്ഞ ഐദിൻ ലുവാൻ ആ പ്രവചനം സത്യമാക്കിക്കൊണ്ട് 2026 മെയ്യിൽ വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതോടെ കോൺഗ്രസ് അണികളും സൈബർ ഗ്രൂപ്പുകളും ഈ കുട്ടിയുടെ പഴയ വീഡിയോകൾ വീണ്ടും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുവാൻ തുടങ്ങി. വി.ഡി. സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ആ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അച്ഛന്റെ തോളിലിരുന്ന ത്രിവർണ പതാകയേന്തി ഐദിൻ ലുവാനും ആ ആവേശത്തിൽ പങ്കുചേർത്തിരുന്നു. വടകര വില്യാപ്പള്ളി സ്വദേശിയായ ഐദിൻ വെറും 1.5 വയസ്സുള്ളപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്താണ് ആദ്യം വാർത്തകളിൽ ഇടം നേടിയത്. പിന്നീട് കൊച്ചിയിൽ വെച്ച് രാഹുൽ ഗാന്ധി നേരിട്ട് വേദിയിലേക്ക് വിളിച്ച് ചോക്ലേറ്റ് നൽകി ചുംബിച്ചതും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവ സാന്നിധ്യമായതുമെല്ലാം ഈ കുട്ടിത്താരത്തെ കോൺഗ്രസ് വേദികളിലെ സ്ഥിരം നായകനാക്കി മാറ്റി. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഒരു ചക്കരയുമയും നൽകിയാണ് ഐദിൻ ലുവാൻ വേദിയിൽ നിന്ന് മടങ്ങിയത്. 10,000-ങ്ങൾക്കിടയിൽ തിളങ്ങി നിന്ന ഈ കൊച്ചുമിടുക്കന്റെ പുതിയ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എ ന്യൂ ഇറ സ്റ്റാർട്ടഡ് എന്ന ടാഗോടെ ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും എല്ലാവരും ഒരു ചരിത്ര നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കുട്ടി ഫാൻ ഇവിടെയുണ്ട്, ഐദിൻ ലുവാൻ. ഐദിൻ ലുവാനെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. കോൺഗ്രസിന്റെ പല വേദികളിലും ഐദിൽ എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വി.ഡി. സതീശനോടൊപ്പം പല വേദികളിൽ എത്തിയിട്ടുണ്ട്. വി.ഡി. സതീശനെ ഐദിന്റെ പിതാവ് തന്നെ പറയുന്നത് ഒരുപക്ഷെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ ലീഗിന്റെ ഒക്കെ നേതാക്കൾ വി.ഡി. സതീശനെ മുഖ്യമന്ത്രി എന്ന് വിളിക്കുന്നതിന് മുൻപ് വി.ഡി. സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് വിളിച്ച ആളാണ് ഐദിൻ ലുവാൻ. അപ്പോൾ ഐദിന്റെ ആ ഒരു നാവ് പൊന്നായിട്ടുണ്ട്. വി.ഡി. സതീശൻ ഇന്നിപ്പോൾ ഒരു 10 വർഷത്തെ കാത്തിരിപ്പാണ്. കേരളത്തിലെ UDFന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ ഒരു 10 വർഷത്തെ കാത്തിരിപ്പാണ് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഐദിൻ ലുവാനും അതിൽ വലിയൊരു പങ്കുണ്ട്. വി.ഡി. സതീശന്റെ കുട്ടി ആരാധകനാണ്. നമുക്ക് ഐദിനോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഐദിൻ, വി.ഡി. സതീശനെ വലിയ ഇഷ്ടമാണോ? വി.ഡി. സതീശനെ കണ്ടിട്ടുണ്ടോ? വി.ഡി. സതീശനെ എന്താ പറയാറുള്ളത് ഐദിനോട്? ഐദിൻ എവിടെയാ പഠിക്കുന്നത്? എവിടുന്നാ വരുന്നത്? വീട് എവിടെയാ? ആണോ? എന്നാ വന്നത്? ഇന്നാണോ ഇന്നലെയാണോ? വി.ഡി. സതീശന് വേണ്ടി വന്നതാണോ ഇവിടെ? വി.ഡി. സതീശനെ ഇന്നലെ കണ്ടിരുന്നോ? ഇതിലധികം സംസാരിക്കില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഭയങ്കര ആർജവമാണ്. ഈ പറയുന്ന കോൺഗ്രസിന്റെ വേദികളിലൊക്കെ വരുമ്പോൾ വലിയൊരു ആവേശം നമ്മൾ കണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയോടൊപ്പം ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കുട്ടി നേതാവാണ്. കുട്ടി നേതാവ് വളർന്ന് വലിയ നേതാവാകട്ടെ. ഇതിന് വി.ഡി. സതീശന്റെ കൂടെ ഒപ്പം ഇരിക്കാനും ഒക്കെ വേദി പങ്കിടാനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഇനിയിപ്പോൾ ചിലപ്പോൾ വരും കാലത്ത് ഒരു വി.ഡി. സതീശനായിരിക്കാം. അപ്പോൾ എന്തായാലും ഒരുപാട് ആശംസകൾ. സതീശനെ ഇത്ര അറിയാവുന്നത് എങ്ങനെയാണ്? ചെറുപ്പത്തിലെ 1.5 വയസ്സ് ഉള്ളപ്പോൾ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പങ്കെടുക്കാൻ വേണ്ടി വടക്കാഞ്ചേരിയിൽ കൊണ്ടുപോയതിന് അന്ന് തുടങ്ങിയാണ് പാർട്ടിയോടുള്ള ഒരു ഇഷ്ടവും പിന്നെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ വടകരയിലെ വില്യാപ്പള്ളി മണ്ഡലം പ്രസിഡന്റാണ്. അപ്പോൾ ബാപ്പ പരിപാടിക്ക് പോകുമ്പോൾ എന്നെ കൂട്ടണമെന്ന് പറയും. അപ്പോൾ എന്തൊക്കെ പരിപാടികളുണ്ടോ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരും. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു, തോറ്റമായിരുന്നു. അപ്പോൾ എറണാകുളത്ത് രാഹുൽ ഗാന്ധി വന്ന പരിപാടിക്ക് ഒപ്പം വന്നിരുന്നു. അന്ന് ഇതേപോലെ കൊടി വീശുന്നത് കണ്ടിട്ട് രാഹുൽ ഗാന്ധി സ്റ്റേജിലേക്ക് വിളിച്ച് ചോക്ലേറ്റ് മുട്ടായൊക്കെ കൊടുത്താണ് ഇതിന്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഇതിൻ്റെ കൂടെ പ്രചരണത്തിന് വന്നായിരുന്നു. അന്ന് ഇതേപോലെ വി.ഡി. സതീശനെ കാണുമ്പോൾ മുഖ്യമന്ത്രി എന്നാണ് വിളിക്കാറ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനാണ് വിളിച്ചു തുടങ്ങിയത്. പിന്നെ വടകര വരുമ്പോഴൊക്കെ സാറ് കാണുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയും, എടുക്കുമടിയിൽ വെക്കും. പൊതുയാത്രയിൽ പിന്നെ സ്റ്റേജിൽ വിളിച്ചിരുന്നു. ഇന്നലെ രാവിലെ എത്തിയാണ് ഇവിടെ കണ്ടോൺമെൻറ് പോയപ്പോൾ മുഖ്യമന്ത്രിനെ വിളിച്ചു, മുട്ടായി കൊടുത്തു, അങ്ങോട്ട് കൊടുത്തു, ഉമ്മ കൊടുത്തു. അദ്ദേഹത്തിനും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റി. പാർട്ടിയോട് വല്ലാത്തൊരു ഇഷ്ടമാണ്, എന്നെക്കാൾ കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ഈ പാർട്ടി പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകാറുണ്ടോ ഇതിനെ? അല്ല, മാക്സിമം പരിപാടികൾ ഞാൻ പോകുമ്പോൾ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങും. ഇന്ന് മിഞ്ഞാന്നും ഇതേപോലെ
മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ട്രെയിനിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി സഹിച്ചിട്ടാണ് രണ്ടുപേരാണ് വന്നത്. മുഖ്യമന്ത്രി കണ്ടുകൊണ്ട് മനസ്സിൽ 2 പ്രാവശ്യം വീഡിയോ കണ്ട് വീഡിയോടൊപ്പം ഉമ്മം കൊടുത്തു, ചോക്ലേറ്റ് ഗിഫ്റ്റായിട്ട് ചോക്ലേറ്റ് കൊടുത്തു, മൂപ്പറത് സ്വീകരിക്കുകയും ചെയ്തു. നമുക്കറിയാം കോൺഗ്രസിലും UDF-ലുമായിട്ട് ഒരുപാട് കരുത്തരായിട്ടുള്ള നേതാക്കളുണ്ട്. പക്ഷേ ഐദിന് താല്പര്യം VD സതീശനോടാണ്. ചെറുപ്പം തൊട്ടേ കണ്ടുള്ള ഒരു ഇഷ്ടമാണോ? VD സതീശൻ മാത്രമല്ല, ഷാഫി പറമ്പിൽ വടകര വന്നപ്പോഴും ഷാഫിഖാനോടും വല്ലാത്തൊരു ഇഷ്ടമാണ്. ഷാഫിക്കും ഏത് വേദിയിൽ എത്തിക്കഴിഞ്ഞാലും ഇവരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ലാളിക്കുന്നത് പതിവാണ്. അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, സാറിനും വളരെ ഇഷ്ടമാണ് ഇവർക്ക് അങ്ങോട്ട്. ഏകദേശം എല്ലാ പരിപാടിക്കൊക്കെ പോകുന്നതുകൊണ്ട് എല്ലാ നേതാക്കന്മാരെയും ഇവർക്കും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പാർട്ടിയെ പറ്റി കൂടുതൽ പുതിയ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു അച്ഛൻ ഉത്തരവാദിത്തമാണ് ഞാൻ നിറവേറ്റുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നമുക്കറിയാം ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യത്തിലൊക്കെ ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് നമുക്കറിയാം നേതാക്കൾ എല്ലാവരും കരുത്തരാണ്, അവരെല്ലാവരും കേരളത്തിന് വേണ്ടതുമാണ്. പക്ഷേ ഈ VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണം എന്നുള്ള ഒരു ജനങ്ങൾ ഹൈക്കമാൻഡിനെ തിരുത്തി എന്നാണ് പൊതുവെ ഇപ്പോൾ അതിനെ പറയപ്പെടുന്നത്. അപ്പോൾ ഈ VD സതീശന്റെ പേര് ഉയർന്നു വന്നപ്പോൾ അതിന്റെ കൂട്ടത്തിൽ KC-യുടെയും ചെന്നിത്തലയുടെയും ഒക്കെ പേരുകൾ വന്നപ്പോഴും ഉറപ്പുണ്ടായിരുന്നു VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന്? തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേതാക്കളാൽ സമ്പുഷ്ടമായ ഒരു പ്രസ്ഥാനമാണ്. മറ്റു പാർട്ടികളെ പോലെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ സാധിക്കില്ല. എല്ലാവരും നല്ല ക്വാളിറ്റിയുള്ള നേതാക്കന്മാരാണ്. KC ആയിക്കോട്ടെ, RC ആയിക്കോട്ടെ, VD ആയിക്കോട്ടെ. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ VDയുടെ ഒരു ഇമ്പാക്റ്റ് എഫക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ആളുകൾ മറ്റു പാർട്ടിയിൽപ്പെട്ട ആളുകളടക്കം അദ്ദേഹത്തെ കണ്ടു വോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനോടും ദീർഘവീക്ഷണത്തോടും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ അതൊരു പിന്നെ മുഖ്യമായൊരു കാര്യമായിട്ട് തോന്നി. നമുക്ക് ഉമ്മൻചാണ്ടിയൊക്കെ കണ്ട് ശീലിച്ച പോലെ VD സതീശനെ അങ്ങനെ തോന്നാറുണ്ടോ? ഒരു ഉമ്മൻചാണ്ടി ആ ഒരു ലെവലിലേക്ക് VD സതീശൻ വരുമെന്ന്? തീർച്ചയായിട്ടും ആളുകൾ ഇപ്പോൾ VD ആ ഒരു തരത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളോടുള്ള സ്നേഹമായിക്കോട്ടെ, ആളുകളോടുള്ള സ്നേഹം അങ്ങനെയാണ് കണ്ടുവരുന്നത്. ആളുകളെ കൂട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്, ചേർത്ത് പിടിക്കുന്നതാണ് അതിൻ്റെ അടുത്ത്. അത് എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ ഷാഫി പറമ്പിലായിക്കോട്ടെ, KC ആയിക്കോട്ടെ, രമേശ് ചെന്നിത്തലയായിക്കോട്ടെ, എല്ലാവരും കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും ആളുകളെ ചേർത്ത് പിടിക്കുന്ന, സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന, യുവാക്കളെ ചേർത്ത് പിടിക്കുന്ന, കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന നേതാക്കന്മാരാണ് സമ്പുഷ്ടമാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ പ്രസ്ഥാനത്തിനോട് ആളുകൾക്ക് വളരെയേറെ ഇഷ്ടം തോന്നിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് യുവതലമുറകൾക്ക് ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. മതേതരത്വത്തിൻ്റെയും ജാതി കോമരങ്ങളുടെയും അതിൻ്റെ ഒരു വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും കാണുന്നത്. ജാതീയതയ്ക്കും മതേതരത്തിൽ ശക്തിപ്പെടണമെന്നുള്ള, അതായത് വർഗീയവാദികൾക്കെതിരെയുള്ള ഒരു വിജയമാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രത്യേകത. ഒരുപാട് ഘടകങ്ങൾ, ആ ഘടകങ്ങൾക്കപ്പുറത്ത് നമ്മൾ കാണുന്നത്, പൊതുജനം കാണുന്നത് ഈ ജാതി കോമരങ്ങളും അതേപോലെ തന്നെ വർഗീയ ശക്തികൾക്കും എതിരെയുള്ള കേരളത്തിൻ്റെ ഒരു വലിയ വിജയം. ആ മഹാവിജയത്തിലാണ് ഈ പറയുന്ന ജനാധിപത്യ കേരളം എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിജയത്തെ ഒരു പുതുതലമുറ, ഒരു യുവതലമുറ നോക്കിക്കാണുന്നത് ഈ ഒരു കാഴ്ചപ്പാട്. അതായത് ഈ നാടിൻ്റെ അകത്ത് വർഗീയതക്കെതിരെ ആര് നിലപാട്, ഏത് വിഭാഗം നിലപാട്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത്. ജാതീയതക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിജയം.